നമ്മളെ ക്രീം ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ നാളെ നമ്മൾ കേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഫ്രീസറിനടുത്ത് ഫ്രിഡ്ജിക്ക് വെക്കാം കേട്ടോ. ഫ്രീസറിനടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ലൂസാണ് കേട്ടോ, ഐസിൻ്റെ കട്ട ഉണ്ടാകാൻ പാടില്ല. 1 കപ്പ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലാട്ടോ ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇനി ബീറ്ററിൻ്റെ ബ്ലേഡ് ഇടുന്നത് ഇങ്ങനെ കേട്ടോ. ബ്ലേഡിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കണം. എന്നിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക ഫസ്റ്റ് സ്പീഡിലിട്ട്. ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ക്രീം ഒരു ബബിൾസ് വരും. ഫസ്റ്റ് സ്പീഡിൽ ഒരു 2 മിനിറ്റ് കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ആണ് നമ്മൾ ക്രീം ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണിൽ വേറൊരു ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മള് ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രീം കണ്ടോ കുറച്ചൊരു കട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്താ കുറച്ച് കട്ടി വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് 1 മിനിറ്റും കൂടെ ആയപ്പോ ഒന്നും കൂടെ നല്ലൊരു സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നല്ല ഒരു 1/2 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഒന്നും കൂടെ സ്റ്റിഫ് ആവും. നമ്മള് 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ക്രീം നമ്മൾ ഈ ബ്ലേഡിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇത് സ്റ്റെപ്പ് നിർത്തുക, ബീറ്റിംഗ് സ്റ്റെപ്പ് നിർത്തുക. ഇനി ഞാൻ 3rd സ്പീഡിൽ ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ നമ്മള് 3rd സ്പീഡിലിട്ട് ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്രീമൊക്കെ ഈ ബ്ലേഡിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റിഫായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്യേണ്ട, ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചുള്ള ക്രീം ഒന്നിങ്ങനെ കമത്തിയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ചാടിയിട്ടില്ലല്ലോ. ഇതാ സ്റ്റിഫായാലത് അവിടെ എങ്ങനെ നിൽക്കും. ഇങ്ങനെ കാട്ടുമ്പോഴൊന്നും ഒലിച്ചു വരുന്നൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മൾ ക്രീം ബീറ്റിങ്ങിന്റെ സ്റ്റെപ്പ്. അപ്പൊ നമ്മള് ടോട്ടല് 3.5 മിനിറ്റ് ആണ് നമ്മളെ ക്രീം ബീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്ര മതി. പിന്നെ ചില ക്രീമിന് മധുരം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിയതിന് ശേഷം പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ 1 kg ചെയ്യുമ്പോൾ ഒരു കപ്പും 1.25 കപ്പ് ക്രീം എടുക്കുക. 1/2 kg ചെയ്യുമ്പോൾ 1 കപ്പൊക്കെ എടുക്കുക കേട്ടോ. പഠിക്കുന്നവരായതുകൊണ്ട് ബിഗിനേഴ്സ് ആയവര് പഠിക്കുന്നവര്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ബീറ്റിംഗ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. മെലോന്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് കത്തി വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാ കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ബോക്സിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ നോർമൽ ഷുഗർ സിറപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇത് 1 ഗ്ലാസ് വെള്ളത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ലൈറ്റ് ചൂടാക്കിയിട്ട് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്താൽ മതി. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. പിന്നെ നമ്മളെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം. പിന്നെ യൂസ് ചെയ്യുന്ന നോസിൽ വന്നിട്ടുള്ള സ്റ്റാർ നോസിലാണ് കേട്ടോ. സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം കേട്ടോ. പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് കട്ട് ചെയ്ത പൈപ്പിംഗ് ബാഗ് കേട്ടോ. ഇതിൽ നമ്മള് ക്രീം നിറക്കണ്ട. പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൽ നമ്മള് ക്രീം നിറച്ചു കൊടുക്കാം കേട്ടോ. പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ഇട്ട് കൊടുക്കും. എന്നാലേ നമുക്ക് ഒരേ ലെവലില് ക്രീം ഫില്ലായി കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഫിനിഷിങ് കിട്ടണമെങ്കിലും പൈപ്പിംഗ് ബാഗ് തന്നെ യൂസ് ആക്കുക. ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇതാ ആദ്യം ഒരു ബേസ് കേക്കിൽ കുറച്ച് ബോർഡിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. ഇത് നമ്മളെ കേക്കിന്റെ സ്പഞ്ച് വെക്കുമ്പോൾ തെന്നി പോകാതെക്കാൻ കേട്ടോ. എന്നിട്ട് നടുവിന് കട്ട് ചെയ്ത പീസാണ് ബേസ് ആക്കിയിട്ട് കൊടുക്കേണ്ടി കേട്ടോ. ഏറ്റവും അടിയിൽ കൊടുക്കുന്നത് നടുവത്തെ പീസാണ്. നടുവത്തെ പീസ് വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ്. ഇതേപോലുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് അതിന്റെ മൂടിക്കുന്ന ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പിന്റെ അളവ് വന്നിട്ടുള്ളത് അത്യാവശ്യം നനയ വേണമെന്നാ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്നും കേക്കിന്റെ ബോട്ടിൽ ഒലിച്ചിറങ്ങരുത്. കണ്ടില്ല, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഷുഗർ സിറപ്പ്. പക്ഷെ ഒരിക്കലും പുറത്തേക്ക് ഒലിച്ചിറങ്ങരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കേക്കിന്റെ പുറത്തോട്ട് ഷുഗർ സിറപ്പ് വന്നുകൊണ്ടേ നിൽക്കും. ഇത്ര മതി കേട്ടോ ഷുഗർ സിറപ്പ്. കണ്ടില്ലേ, നമ്മൾ പ്രസ് ചെയ്ത് നോക്കാം നല്ല വെള്ളം ഉണ്ടോ നോക്കണം. പക്ഷെ വെള്ളം ഓവറായിട്ട് മേലേക്ക് നിൽക്കരുത്. ഇത്ര മതി കേട്ടോ. ഇനി നമ്മൾ നോർമൽ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഐസിങ് നൈഫ് എടുത്തിട്ട് ക്രീമിൽ ടച്ച് ചെയ്യണം. ബ്രെഡിൽ നമ്മൾ ഇതിൽ സ്പഞ്ചിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ ക്രംസ് നമ്മൾ ക്രീമിലേക്ക് ആകുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പൊ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ട്രോബെറിന്റെ ഇതുപോലുള്ള ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഐസിങ് നൈഫ് വെച്ചിട്ട് അതൊന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഫില്ലിങ്ങിൽ നമുക്ക് നട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അതും ഇതിലേക്ക് ഇട്ടു. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കയ്യിലോട്ടു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ നിന്ന് കട്ട് ചെയ്യുന്ന ലെയറാണ്. ടോപ്പ് പോർഷൻ മേലേക്ക് വരുന്ന രീതിയിൽ തന്നെ വെക്കുക. വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ പോർക്ക് വെച്ചിട്ട് അതിന്റെ മേലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. കാരണം ടോപ്പ് പോർഷൻ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോലെ ഇല്ലല്ലോ, അതുകൊണ്ട് ഷുഗർ സിറപ്പ് ആകാൻ വേണ്ടിയിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് ക്രീം ആക്കി കൊടുക്കുക. നിങ്ങൾ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ സൈഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരേ ലെവലിൽ വരാനാണ്. അടുത്തത് ക്രഷ് യൂസ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ടോപ്പിൽ ലെയർ വന്നിട്ടുള്ളത് ഏറ്റവും അടിയിൽ നിന്ന് കട്ട് ചെയ്ത പീസാണ്. ആ അടിയിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം അടിഭാഗത്തും കട്ട് ചെയ്യാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം മുകളിലും വരുന്ന പോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് തട്ടി കൊടുക്കാം. അതിന്റെ ക്രംസ് ഉണ്ടാവും, തട്ടിയിട്ട് വേണം